നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രാവിലത്തേക്ക് ടൈം പീസിൽ അലാറം സെറ്റ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറപ്പുണ്ടോ ഡോക്ടറെ? ആളെ വെളുപ്പിനെ അതിന്റെ ശബ്ദം കേൾക്കുന്ന രാത്രി ഒന്നെങ്കിൽ ടൈം പീസ് കേടാക്കാം, അല്ലെങ്കിൽ നെഞ്ചിനുള്ളിലെ കടികാരം നിലയ്ക്കാം. ചുറ്റും പ്രളയം വന്ന് മൂടുമ്പോഴും നമുക്ക് മാത്രം ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസവും ആശ്വാസവും അല്ലേ സാറേ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? മനോഹരനും അങ്ങനെ വിശ്വസിക്കുന്നവനാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നമുക്ക് വേണ്ടിയുള്ള അടുത്ത നിമിഷങ്ങൾ പോലും കാതങ്ങൾക്കപ്പുറത്ത് നിന്ന് കാലങ്ങൾക്ക് മുമ്പ് ആരോ എഴുതിയിട്ടതാണെന്ന്. എല്ലാം ശരിയാവും, എല്ലാത്തിനും ഒരു അവസാനം വേണ്ടേ? ഡോക്ടർ പുറത്തു വന്നാൽ തന്നെ ഞങ്ങൾക്കെല്ലാം ഒരു പുതിയ ശക്തിയും ധൈര്യവും ഉണ്ടാവും. തലയണയ്ക്കടിയിൽ വാക്കത്തി വെച്ച് ഉറങ്ങുന്നവന്റെ ധൈര്യം. ആ ഡോക്ടറെ, എന്താ? ആ സിദ്ധാർത്ഥൻ കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നു. സിദ്ധാർത്ഥന്റെ അച്ഛന് എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന്. ദേവികയുടെ സിദ്ധുവിന്റെയും കാര്യം അല്ലാതെ സംസാരിക്കല്ലേ? സംസാരിക്കാതെ പിന്നെ ഒന്നുമില്ലെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാമല്ലോ. ദേവിക മോളോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. പാർവതിക്ക് മാത്രമേ ഇക്കാര്യം അറിയത്തുള്ളൂ. തൽക്കാലം പറയണ്ട. ആദ്യം സിദ്ധുവിന്റെ അച്ഛൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം. പ്രശ്നങ്ങൾ വരും പോവും. ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ജീവിതം ഒന്നും എഴുതാത്ത നോട്ട്ബുക്ക് പോലെയാണ്. പ്രളയം കണ്ട് പകച്ചു നിന്നാൽ പുഴ മുറിച്ചു കിടക്കാനാവോ? ഇല്ലല്ലോ. ശത്രുക്കളുടെ പണി ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ യാത്ര തുടർന്നല്ലേ പറ്റൂ. ഞാൻ ദേവികമോളെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. ഒരുപാട് സമയമെടുത്ത് സാറുമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ശരി. എന്താ ദേവികെ, എന്നെ കാണുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇങ്ങനെ കാണുമ്പോഴോ? ഇങ്ങനെ കണ്ടാൽ എന്താ? എന്റെ ദേവികെ, നമ്മൾ ആശുപത്രി റൂമിലും ICUവിലും അഡ്മിറ്റ് ആവാറില്ലേ? അവിടുന്ന് പൂർവാധികം കരുത്തോടെ പുറത്തിറങ്ങാറില്ലേ? അതുപോലെ ഒരു താൽക്കാലിക വഴിയമ്പലമാണിതും. പാർട്ട് ഓഫ് ഗെയിം, പാർട്ട് ഓഫ് ലൈഫ്. കണ്ണു തുടക്കി.